നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ യൂസേജിനനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് തരുന്ന ഒരു ആപ്ലിക്കേഷൻ. ഒരു ദിവസം നിങ്ങൾ 1 GB ആണ് നിങ്ങൾ യൂസ് ചെയ്തത് എങ്കിൽ, 1 GB നെറ്റാണ് നിങ്ങൾ യൂസ് ചെയ്തത് എങ്കിൽ അതിന് ഓരോ ഡോളർ വെച്ച് നിങ്ങൾക്ക് തരുന്ന ആപ്ലിക്കേഷൻ. വെറും $20 ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ. അതാണ് ഞാനിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ജസ്റ്റ് ഒന്ന് അതിൽ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ ഏതെങ്കിലും ഒരു മൂലക്ക കൊണ്ടുപോയി ആ ഒരു ആപ്ലിക്കേഷൻ വെക്കുക. അത്ര മാത്രം. നിങ്ങൾ ഓരോ GB-യും ഓരോ MB-യും KB ഒക്കെ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ ആ ഓരോ ഡാറ്റ യൂസേജിനും അതിനനുസരിച്ച് നമുക്ക് ക്യാഷ് ആ ഒരു ആപ്ലിക്കേഷനിൽ ആഡായിക്കൊണ്ടിരിക്കും. ആ ആപ്ലിക്കേഷനിൽ ആഡായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാഷ് നമുക്ക് മിനിമം റെഡീം ആകുമ്പോൾ, അഥവാ $20 ആകുമ്പോൾ നമുക്കത് റെഡീം ചെയ്തെടുക്കാനും സാധിക്കും. ഇത്ര നല്ല ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ലൈഫ് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ഒന്നും തന്നെ നമുക്ക് പേടിക്കാനില്ല. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് റെഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിങ്ക് വഴി, റെഫറൽ ലിങ്ക് വഴി നിങ്ങളൊരു 4 പേരെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ ചേർക്കുമ്പോൾ, ഒരാളെ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് $5 വെച്ചാണ് തരുന്നത്. ഇപ്പം നിങ്ങൾ എൻ്റെ ലിങ്ക് വഴി ആയിരിക്കും കയറുക. അപ്പോൾ എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് $5 കിട്ടും. ആ $5 നിങ്ങളുടെ വാലറ്റിൽ ആഡായിട്ട് കിടക്കുന്നുണ്ടാവും. ബാക്കി $15 മാത്രമേ നിങ്ങൾ ശേഖരിക്കേണ്ട ആവശ്യമുള്ളൂ ഫസ്റ്റ് പേ ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3 ഫ്രണ്ടിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് പേ ഔട്ട് എടുക്കാം. ഓരോ റെഫറിനും $5 വെച്ച് ഇവർ തരുന്നതായിരിക്കും. ഇനി അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഏറ്റവും കൂടുതൽ സെൽഫ് ഏണിങ്ങിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്ന ഈ ഒരു ആപ്ലിക്കേഷന്. അപ്പോൾ ഇത് നമ്മൾ എന്നും രാവിലെ എണീച്ചിട്ട്, നമ്മളിപ്പോൾ രാവിലെ മുതലാണ് മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷനിൽ കയറി ഈ ഒറ്റ വട്ടം കയറുക. അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഈ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കിടക്കുമ്പോൾ നമ്മുടെ ഡാറ്റ യൂസേജൊക്കെ ഇതിങ്ങനെ നോക്കി കണ്ട് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും. നമ്മുടെ കാര്യങ്ങളൊക്കെ, ഈ ഡാറ്റ യൂസേജാണ് ഇവരുടെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഡാറ്റ യൂസേജ് അവർ എല്ലാം നോക്കി റെഡിയാക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഡാറ്റ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ആപ്ലിക്കേഷൻ്റെ വാലറ്റിൽ നമ്മൾ ക്യാഷ് ഇങ്ങനെ ഡോളേഴ്സ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് നമുക്ക് ആ മിനിമം റെഡീം ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റെഡീം ചെയ്തെടുക്കാൻ പറ്റും. ഇത്രക്കും നല്ല ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. വളരെയധികം സ്ട്രെയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് തപ്പിയാണ് ഇങ്ങനത്തെ അടിപൊളി ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ എന്നെ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിർബന്ധമായിട്ട് നിങ്ങൾ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ഇതുപോലെ നിങ്ങളുടെ വീഡിയോൻ്റെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഇതുപോലെ വരും. ഈ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ബെല്ലൈക്കണിൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടാവും, ഒരു ബെല്ലൈക്കണിൽ പിന്നെ പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നിങ്ങൾ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻ വരും. ഇതിൽ ഏറ്റവും മുകളിലുള്ള ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കിടന്നോളും. അപ്പോൾ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ ഇട്ടിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇനി നമ്മൾ കാണലുണ്ടാവില്ല. ഇത് നമ്മൾ ലാസ്റ്റ് കാണലേക്കാറ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എന്തായാലും ഓൾ ഓപ്ഷനിൽ ഇടുകയും ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ടെലഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ എന്താക്കുക, ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനുകളോടൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ പരിചയപ്പെടുത്തുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെയും നമ്മുടെ പേയ്മെൻറ്റ് പ്രൂഫുകളൊക്കെ ഞാൻ അതിലിടും. നിങ്ങൾക്ക് ഇതിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് തന്നെ ചോദിച്ചാലും ഞാൻ അതിൽ റിപ്ലൈ തരുന്നതായിരിക്കും. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിലുണ്ട്, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, അതൊന്നും നിർബന്ധമല്ല, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും നല്ലൊരു ഉപകാരം നമ്മൾ ഒറ്റയ്ക്ക് തിന്നണ്ടല്ലോ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി കൊടുക്കുക. നിങ്ങളുടെ റെഫറൽ ലിങ്ക് വെച്ച് കൊടുത്തോളി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് റെഫറൽ ഏണിങ്സും കിട്ടും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ എന്ത് ചെയ്യുക, വീഡിയോ എല്ലാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.
പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നുള്ള പേ ഔട്ട് പേപ്പാലിലേക്കാണ് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. പേപ്പാൽ അക്കൗണ്ട് എങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ ചാനൽ എടുക്കുക, അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4-5 വീഡിയോ താഴേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൗ ടു ക്രിയേറ്റ്, പിന്നെ പേപ്പാൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ. ആ വീഡിയോ നിങ്ങളെടുത്ത് കാണുക. നിങ്ങൾക്ക് അതിൽ തൃപ്തി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയത് ഹൗ ടു ക്രിയേറ്റ് പേപ്പാൽ അക്കൗണ്ട്, ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. വളരെ സിമ്പിളാണ്. അങ്ങനെ അതിലൊരു അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം നമ്മളതിൽ കൊടുക്കുന്ന ഒരു പിന്നെ ഇമെയിൽ ID ഉണ്ടാവും. അതായിരിക്കും ഇവിടെ നമ്മൾ പേ ഔട്ട് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ എന്താക്കുക, അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ശേഷം നമുക്ക് $20 ആകുമ്പോൾ ഇതിൽ നിന്ന് പേ ഔട്ട് എടുക്കാം. ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് $5 സൈനപ്പ് ബോണസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലൊരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇവിടെ ക്ലൈം $5 എന്നുള്ള നൗ എന്നുള്ളടത്ത് പിന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നീല ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു പേജ് വരും. ഈ പേജിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട്. സൈനപ്പിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു പിന്നെ സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ ഇമെയിൽ അടിച്ചു കൊടുക്കുക. അങ്ങനെ ഇമെയിൽ അടിച്ചു കൊടുത്തതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ ID ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചു കൊടുത്തതിൻ്റെ ശേഷം നിങ്ങളൊരു പാസ്വേഡും കൂടി സെറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഇമെയിലും പാസ്വേഡും സെറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ശേഷമാണ് നമ്മൾ ആപ്പിൽ ലോഗിൻ ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം ഒരു ഇമെയിൽ ID അതുപോലെ തന്നെ ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഇമെയിൽ ID കൊടുക്കുക, അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഇമെയിലും അതുപോലെ തന്നെ പാസ്വേഡും ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സൈനപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പിന്നെ സൈനപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലൊരു ഓപ്ഷൻ ആയിരിക്കും നമുക്കിവിടെ വരിക. അപ്പോൾ ഇവിടെ കൺഫേം ഇമെയിൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കൊടുത്ത ആ ഒരു ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ വരും. ആ മെയിലൊന്ന് കൺഫേം ചെയ്യണം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം മെയിൽ വരുന്നത് വരെ. അപ്പോൾ ഞാനിവിടെ കൺഫേം മെയിൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് മെയിൽ വന്നിട്ടുണ്ട്. ആ മെയിൽ എടുക്കുക. ശേഷം മെയിൽ എടുത്തതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വെരിഫൈ മെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഇങ്ങനെ വരും. ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ പോകും. അതോടുകൂടി നമ്മുടെ ആ ഇമെയിൽ വെരിഫൈ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള എന്ത് ചെയ്യാം, ഇമെയിൽ ID തന്നെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യണം. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള പേജാണ് ഈ ഒരു മെയിലിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് വരിക. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുത്ത ആ ഒരു മെയിലും അതുപോലെ തന്നെ ഇമെയിൽ ID അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ഇതിപ്പോൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ആൻഡ്രോയിഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, iOSൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുപോലെ ഇപ്പോൾ കാണിച്ചാൽ ഇതുപോലെ പോപ്പപ്പ് ആയിട്ട് പൊന്തി വരും. അത് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇത്ര മാത്രമുള്ള നമുക്ക് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ ചെയ്യാനുള്ളത്. ഈ ഒരു ഇമെയിൽ ID പാസ്വേഡും കറക്റ്റായിട്ട് ഓർമ്മ വേണം. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിൻ്റെ ശേഷം ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അങ്ങനെ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഓപ്പൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലോഡാവും. ഇതുപോലെ ഒരു പേജ് വരും. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ്. ഇവിടെ I agree to ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഇവിടെ കാണിക്കും. ഇത് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൽ ഏറ്റവും മുകളിൽ യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ ഡാറ്റയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വൈഫൈ ആണെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. താഴെ യെസ് എന്നുള്ള കൊടുത്തിട്ട് ഡൺ എന്നുള്ള കൊടുക്കുക. അപ്പോൾ അവരിങ്ങനെ കാണിക്കും. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ബാറ്ററി വലിക്കും. അതപ്പോൾ അവിടെ ഡൺ കൊടുക്കുക. ഇതുപോലൊരു പേജിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ കാണാം. ഇപ്പോൾ ഈ സെക്ഷനിൽ വന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. ഇവിടെ മോർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത ആ വെബ്സൈറ്റിൽ കൊടുത്ത ഇമെയിൽ ID അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക.
സൈനപ്പ് അല്ല ചെയ്യേണ്ടത്, ലോഗിനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അറിയാതെ സൈനപ്പ് ചെയ്തു പോയി. ഇനിയിപ്പോൾ അത് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നതിൻ്റെ ശേഷം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഓൾറെഡി ലോഗിൻ സൈനപ്പ് ആണെന്നാണ് കാണിക്കുന്നത്. ഞാൻ അറിയാതെ ഇതായിപ്പോയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം $5 നമുക്ക് കിട്ടിയിട്ടുള്ള സൈനപ്പ് ബോണസ് ആയിട്ട്. താഴെ നമുക്ക് റെഫറൽ ലിങ്ക് കാണാം. പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് ഒന്നും രാവിലെ എണീച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഇട്ട് വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ നമ്മുടെ യൂസ് ചെയ്യണ പിന്നെ ഡാറ്റയ്ക്ക് അനുസരിച്ച് ഇവിടെ ഇങ്ങനെ ക്യാഷ് കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ താഴെ കാണുന്ന ഒരു ഇതാണ് ദിവസത്തിലുള്ളത്, ഏറ്റവും മുകളിലുള്ള ഇത് മൊത്തത്തിലുള്ളതാണ്. ഇപ്പോൾ കൂടെ താഴെ റെഫറൽ ലിങ്ക് കാണാം, അത് കോപ്പി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം. ഇവിടെ പേ ഔട്ടിൻ്റെ സെക്ഷൻ ഉണ്ട്. $20 ആകുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, ഇതിൽ നിന്ന് പിന്നെ പേ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അവിടെ റെഡീം എന്നുള്ള ഓപ്ഷൻ വരും, പേ ഔട്ട് എന്നുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പാലിലേക്ക് റെഡീം ചെയ്ത് മാറ്റാൻ പറ്റും. ഓരോ റെഫറലിനും $5 വെച്ച് കിട്ടും. അടിയിലായിട്ട് നമുക്ക് റെഫറൽ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പൂർണ്ണമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ചോദിക്കാം. അപ്പോൾ റെഫർ അതുപോലെ തന്നെ നമ്മുടെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് വെച്ചിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.